അപ്പോൾ നമുക്ക് പരീക്ഷയിലേക്ക് വരാം അല്ലേ? പരീക്ഷാ ചൂട്. സംസ്ഥാനത്തെ SSLC ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കുകയാണ്. നാളെയാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ. 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. SSLC പരീക്ഷ മൂല്യനിർണ്ണയം ഏപ്രിൽ 7-നും ആരംഭിക്കും. ഒപ്പം തന്നെ ഏപ്രിൽ 28-നാണ് ഈ മൂല്യനിർണ്ണയം അവസാനിക്കുക. ഒപ്പം തന്നെ മെയ് 8-ന് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം ഉണ്ടാകും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലകളിൽ പരീക്ഷകൾ ഉണ്ടാകില്ല. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് MS വീണയാണ് ചേരുന്നത്. വീണ, സംസ്ഥാനം പരീക്ഷാ ചൂടിലാണ്. ഇന്ന് SSLC +1 പരീക്ഷകൾ ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി വിനോദ്, ഇന്നു മുതൽ സംസ്ഥാനം പരീക്ഷാ ചൂടിലേക്ക് പോവുകയാണ്. SSLC അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളാണ് ഇന്ന് ആരംഭിക്കുന്നത്. 13 ലക്ഷം കുട്ടികളാണ് ഈ ഒരു പരീക്ഷകൾ എഴുതുന്നത്. അതിൽ SSLC പരീക്ഷ എഴുതുന്നത് 4,17,000-ൽ കുട്ടികളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വെഴുതക്കാടുള്ള കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപകരും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ളവർ മാത്രമാണുള്ളത്. വിദ്യാർത്ഥികളൊക്കെ ഇനി എത്തി തുടങ്ങുകയുള്ളൂ. 9:30-ക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 11-15 വരെയാണ് പരീക്ഷയുള്ളത്. ഇന്ന് ഒന്നാം ഭാഷയാണ് പരീക്ഷ. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ഇടവേളകൾ നൽകിയിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കുവാൻ. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായിട്ടുള്ള അവസരങ്ങൾ കൂടി നൽകുന്നുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ കുട്ടികളടക്കം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ്, പരീക്ഷ എഴുതാനുള്ള കുട്ടികളടക്കം ഇങ്ങോട്ട് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു പരീക്ഷ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ വിദ്യാർത്ഥികളൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൃത്യമായിട്ടുള്ള, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പാഠപുസ്തകം മാറിയതുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകളൊക്കെ പരന്നിരുന്നു. മാത്രമല്ല സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ചില വ്യാജ പ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നു. അതായത് പരീക്ഷ കുറച്ചുകൂടി കാഠിന്യമേറിയതായിരിക്കും, പ്രയാസം കാണുമെന്നുള്ളത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി അല്പസമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് അത്തരത്തിലുള്ള ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷം നൽകരുത്. അവർക്ക് സുഗമമായി പഠിച്ചത് അത് സമാധാനത്തോടു കൂടി എഴുതാനുള്ള ഒരു അന്തരീക്ഷം വേണം. രക്ഷിതാക്കൾക്ക് ടെൻഷനുണ്ട്. ആ ടെൻഷനൊന്നും വിദ്യാർത്ഥികളുടെ മേൽ നൽകരുത് എന്നുള്ള കാര്യം കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് ഇന്ന് പരീക്ഷ നടക്കുന്നത്. ഈ പരീക്ഷാ കേന്ദ്രങ്ങളൊക്കെ സജ്ജമാണ്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷകളുണ്ട്. അല്പസമയങ്ങൾക്കും തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കും. അത് സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപികയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും അത് ഓപ്പൺ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് അത് പരീക്ഷ ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നെയാണത് പരീക്ഷാ ഹാളിൽ എത്തിയായിരിക്കും ഇത് ബന്ധപ്പെട്ട് അവർ പൊട്ടിച്ചത് വിദ്യാർത്ഥികളിലേക്ക് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹാൾ ടിക്കറ്റ് അതുപോലെ തന്നെ പേന, ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കയ്യിൽ കരുതേണ്ട എല്ലാ കാര്യങ്ങളുമൊക്കെ കൃത്യമായി തന്നെ കയ്യിലെടുത്തുകൊണ്ട് ആശങ്കപ്പെടാതെ തന്നെ പരീക്ഷ എഴുതണമെന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ ഗൾഫ് മേഖലകളിൽ എപ്പോൾ പരീക്ഷ തുടങ്ങാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. മാത്രമല്ല രക്ഷിതാക്കളെ കാണാൻ, പരീക്ഷയ്ക്ക് മുന്നോടിയായി രക്ഷിതാക്കളെ കണ്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോയ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിലവിൽ അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്കടക്കം വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പരീക്ഷ എഴുതുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ സ്ഥിതി, അതായത് യുദ്ധ സാഹചര്യം എപ്പോൾ ശാന്തമാകുന്നോ അപ്പോൾ തന്നെ അധികം വൈകാതെ തന്നെ അവിടെ പരീക്ഷ നടത്തുവാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും ആ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നോക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കാത്തിരിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്നു മുതൽ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയങ്ങൾ, അതായത് ഏപ്രിൽ 7-നാണ് മൂല്യനിർണ്ണയം ആരംഭിക്കുന്നത്. മെയ് 3-ാം ആഴ്ച ഫലമുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മെയ് 8-ാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ 4,17,000 വിദ്യാർത്ഥികളാണ് ഇന്ന് SSLC പരീക്ഷ എഴുതുന്നത്. ഒപ്പം തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ഒന്നാം വർഷ പരീക്ഷ ഇന്ന് ആരംഭിക്കുകയാണ്. രാഖി, വീണ, SSLC പരീക്ഷ ഇന്ന് ആരംഭിക്കുന്നു. പരീക്ഷാ ചൂടിലാണ്, കുട്ടികളൊക്കെ പരീക്ഷാ പേടിയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പരീക്ഷാ പേടിയുള്ള കുട്ടികൾ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പരീക്ഷാ പേടിയുള്ള കുട്ടികൾ ഉണ്ടാവാം. ഇതെല്ലാം നിസ്സാരമായി കാണുന്ന ഒരു യുവതലമുറയാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷാ ചൂടുള്ളത് രക്ഷിതാക്കൾക്കാണ്. അപ്പോൾ ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ മുമ്പിൽ വീണ നിൽക്കുന്നുണ്ട്. അവിടെ ആരെങ്കിലും രക്ഷിതാക്കളോ കുട്ടികളോ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇതിപ്പം സമയം ഒത്തിരി നേരത്തെയാണ്, 9:30-ക്കാണ് പരീക്ഷ. ഈ സമയത്ത് ആരെങ്കിലും നമുക്ക് ഒന്ന് പ്രതികരിക്കാൻ അടുത്ത് കാണുന്നുണ്ടോ വീണ?
വിനോദ്, നിലവിൽ ഇവിടെയുള്ളത് ജീവനക്കാർ മാത്രമാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊന്നും പഠിക്കുന്ന ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ആശങ്കയോ അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും നിലവിലെ കുട്ടികൾക്കില്ല. ന്യൂജൻ കുട്ടികളൊക്കെ ആ പരീക്ഷയെ ആ ലാഘവത്തോട് എടുത്ത് കൂളായി വന്ന് പരീക്ഷ എഴുതാൻ തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. നിലവിൽ ആരുമില്ല എന്നുള്ളതാണ്. അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ആ എത്തുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് പ്രതികരണങ്ങൾ, കുട്ടികളുടെ പ്രതികരണങ്ങളും രക്ഷിതാക്കളുടെ പ്രതികരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. വിജിൻ ബാലകൃഷ്ണൻ പറയുന്നത് പേന പൂജിച്ചാൽ പരീക്ഷ ജയിക്കുമെന്ന്. പേന പൂജിച്ചൊക്കെ വരുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന സ്വഭാവം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെയൊക്കെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? വീണ അങ്ങനെ തന്നെയല്ലേ? പരീക്ഷ എഴുതാൻ പോയപ്പോൾ പേനയൊക്കെ പൂജിച്ചല്ലേ പോയത്? എവിടെയാണ് വീണ SLC പരീക്ഷ എഴുതിയത്? അതുകൂടി ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞാൽ, ആ സ്കൂളിൻ്റെ കാര്യം കൂടി ഒന്ന് പറയാമല്ലോ. തീർച്ചയായും പേന പൂജിച്ചിരുന്നു. പേന പൂജിച്ച് വലിയ ടെൻഷനോടുകൂടിയൊക്കെ തന്നെയാണ് പോയത്. അന്നേ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെയാണ്, രക്ഷിതാക്കൾക്കാണ് കൂടുതൽ ആശങ്കയുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ അതുപോലെ ജീവിതത്തിലൊരു വഴിത്തിരിവാണ്. അതിനാൽ തന്നെ ഈ ഒരു പരീക്ഷ വളരെ പ്രാധാന്യത്തോടുകൂടി എഴുതണമെന്നുള്ളൊരു, ഒപ്പം തന്നെ ബന്ധുക്കളിൽ നിന്നടക്കം SSLC പരീക്ഷയാണല്ലോ, ജീവിതം മാറുന്ന ഒരു അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണല്ലോ എന്നുള്ളൊരു ആശങ്ക സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്തെ മാധവവിലാസം സ്കൂളിലാണ്, മാധവവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ തുണ്ടത്തിൽ. അവിടെയാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷാകാലമൊക്കെ ഓർമ്മയുണ്ട്. ചെറിയൊരു വാഹന അപകടം കഴിഞ്ഞ് ഉടനെ പോയി പരീക്ഷ എഴുതിയൊരു കാലമാണ്. അതൊക്കെ മറക്കാൻ കഴിയാത്ത കാലമാണ്. പക്ഷേ അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും വലിയൊരു പിന്തുണയാണ് ലഭിച്ചത്. അതിനാൽ തന്നെ പരീക്ഷയൊക്കെ സുഗമമായി എഴുതാൻ സാധിച്ചിരുന്നു. വിനോദ്, എന്തായാലും ഈ മാതാപിതാക്കളുടെ ടെൻഷനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ടെൻഷനിലാണ് വിനോദേട്ടൻ. വിനോദേട്ടൻ മകൾ SSLC പരീക്ഷ എഴുതുകയാണ് ഇന്നല്ലേ? അതെ, SLC പരീക്ഷ എഴുതുകയാണ്. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ രാവിലെ വിളിച്ചു, എണീറ്റോ എന്നറിയാൻ. അപ്പോൾ മകൾ പറഞ്ഞത് അതിനെന്താ പരീക്ഷ, എന്താന്നുള്ള വളരെ കൂളായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വീണയോട് പറഞ്ഞു, ഇപ്പോഴത്തെ പിള്ളേർക്ക് പരീക്ഷാ പേടിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു എന്ന്. നമ്മൾ വളരെ ആശങ്കയോട് വിളിക്കുമ്പോൾ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പേടിയൊന്നും ഇല്ല. എന്തായാലും കുട്ടികൾ വളരെ കൂളായി പോയി പരീക്ഷ എഴുതട്ടെ. മന്ത്രി അങ്ങനെയാണല്ലോ പറഞ്ഞത്, കുട്ടികൾക്ക് കൂടുതൽ സമ്മർദ്ദം നൽകരുത്, രക്ഷിതാക്കൾക്ക് കൂടുതൽ സമ്മർദ്ദം നൽകരുതെന്ന് ആരും പറയുന്നില്ല അല്ലേ? മന്ത്രിമാരും എല്ലാം കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്.